അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ഒരു ആലോചനയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, വിശദമായിട്ട് കേൾക്കുക. ആലോചന കംപ്ലീറ്റ് ആയിട്ട് കേട്ട് മനസ്സിലാക്കിയതിന് ശേഷം കോൺടാക്റ്റ് ചെയ്യുകയോ അതോടൊപ്പം മെസ്സേജ് ചെയ്യുകയോ ചെയ്യുക. വളരെ കാര്യമായിട്ട് ഉടനെ തന്നെ ഒരു വിവാഹം നടത്താൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുകയാണെങ്കിൽ മാത്രം മെസ്സേജ് ചെയ്യുക. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മളൊരു വിവാഹാലോചനയായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു നമ്പർ കിട്ടുകയാണെങ്കിൽ, പെൺകുട്ടിയുടെ വീട്ടുകാരെ ആണെങ്കിലും ആൺകുട്ടിയുടെ വീട്ടുകാരെ ആണെങ്കിലും അവരുടെ വിളിക്കുന്ന സമയം നിങ്ങൾ ഓരോരുത്തരും ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ അവരുടെയൊക്കെ എങ്ങനെ സംസാരിച്ച് തുടങ്ങണം എന്നുള്ള കാര്യവും അറിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക അല്ലെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. ഇതാരുടെയും തെറ്റല്ല, എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം എന്നില്ല. കാരണം നമ്മുടെ ആലോചനയിൽ ഒരാൾക്ക് താല്പര്യം വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ കോള് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം മുതൽ അത് എൻഡ് ചെയ്യുന്ന ടൈം വരെയും അതിലൊരു കാര്യമുണ്ട്. നമ്മുടെ സംസാര രീതി എല്ലാം ശ്രദ്ധിച്ചിട്ടായിരിക്കും അവർ ആലോചനയായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളത് തീരുമാനിക്കുന്നത്. അതിന് ഓഫീസാകട്ടെ വീട്ടുകാരാകട്ടെ എന്തായിരുന്നാലും ശരി, അത് മനസ്സിലാക്കി പോവുക. എല്ലാവരും വിചാരിക്കും ഇത് ഓഫീസുകാരുടെ മാത്രം ആവശ്യമാണെന്ന്. അല്ല, ഒരിക്കലും അല്ല. ആവശ്യം ആർക്കാണെന്ന് വെച്ചാൽ അത് നോക്കുന്നവർക്കാണ്. വിവാഹാലോചന നോക്കുന്ന ആരാണോ അവർക്കാണ് ആവശ്യം കൂടുതൽ. അത് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. അപ്പോൾ ഇന്നത്തെ നിങ്ങൾക്കുള്ള ആലോചന ഏതാണെന്നല്ലേ? ഹിന്ദു, നായർ കാസ്റ്റ്, 33 വയസ്സ്, ഗ്രാജുവേഷനാണ്, അച്ഛൻ, അമ്മ, സഹോദരങ്ങളടങ്ങുന്ന കുടുംബം. അതിൽ അച്ഛൻ മരണപ്പെട്ടു, അമ്മയും സഹോദരങ്ങളുടെ എല്ലാവരുടെയും വിവാഹം കഴിഞ്ഞു. ഈ പെൺകുട്ടി വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അത്യാവശ്യം ഒരു വിദ്യാഭ്യാസവും അതിന് അനുയോജ്യമായിട്ടുള്ള ഒരു ജോലിയും പിന്നെ അതിനനുസരിച്ച് സാമ്പത്തിക ചുറ്റുപാടും കൂടെ ഉള്ള ഒരാളെയാണ്, ഒരു പങ്കാളിനെയാണ് ഈ പെൺകുട്ടി നോക്കുന്നത്. വേറൊന്നും കൊണ്ടല്ല, ഇതുവരെയുള്ള ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് തന്നെയാണ്. കാരണം നല്ലൊരു ജോലി ഉണ്ടെങ്കിലേ മുന്നോട്ട് നല്ല രീതിയിൽ ഒരു കുടുംബം മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്ന് ആൾ മനസ്സിലാക്കി. കാരണം അത് ആളെ എടുത്തു പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ അത് കാര്യം ഇവിടെ പറയുന്നത്. പിന്നെ സഹോദരങ്ങളുടെ ഉത്തരവാദിത്വമൊന്നും ഇല്ലെങ്കിലും അമ്മയുടെ ഉത്തരവാദിത്തങ്ങളെല്ലാവരും ആളുടെ കയ്യിൽ തന്നെയുണ്ട്. അപ്പോൾ ഈ ഒരു ആലോചനയെ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അഥവാ തിരക്കിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ആലോചനയുടെ കാര്യം പറഞ്ഞ് നിങ്ങൾ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഷെയർ ചെയ്യുക. ആവശ്യക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ മാർഗ്ഗങ്ങളും ഉപയോഗിച്ച് നോക്കുക നമ്മൾ ഒരാളിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട്. അതോടൊപ്പം തന്നെ തുടർന്നുള്ള ആലോചനകളെല്ലാം നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു പോവുക. പിന്നെ ഈ ഒരു ആലോചനയിൽ എടുത്തു പറയുന്ന ഒരു കാര്യം, ജാതക പൊരുത്തം നിർബന്ധമല്ല. അപ്പോൾ നിങ്ങൾക്കൊരു അവസരമാണ്. അപ്പോൾ താല്പര്യമുള്ളവർ